ജീവിതത്തിൽ നിന്ന് വചനധ്യാനവും പ്രാർത്ഥനയും നമുക്ക് മാറ്റിവെക്കാനാകുന്നില്ലെങ്കിൽ ദൈവകൽപ്പനകൾ പ്രമാണിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ആഗ്രഹിക്കുന്നവരുമാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ്. എന്തെന്നാൽ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്നല്ലേ വചനം പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു ചടങ്ങ് പോലെ പ്രാർത്ഥിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരുമാണെങ്കിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറവേറുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. എന്തെന്നാൽ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നല്ലേ വേദപുസ്തകം പറയുന്നത്.